നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ അടുത്ത മത്സരം കേപ്പ് വെർദെക്കെതിരെയാണല്ലോ. റൗണ്ട് ഓഫ് 32 പോരാട്ടമാണ് അർജൻറ്റീനയും കേപ്പ് വെർദെയും തമ്മിൽ ജൂലൈ 4 പുലർച്ചെ 3:30 ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ അർജൻറ്റീന ടീമുള്ളത്. പ്രധാനമായും 3 സംശയങ്ങളാണ് ടീമിനെക്കുറിച്ച് ഇപ്പോൾ കോച്ചിനുള്ളത് എന്ന് ഗാസ്റ്റൻ എഡൂല് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. 3 കാര്യങ്ങൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് കൺസേൺ സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ്. അത് ക്യൂട്ടി റൊമേറോയുടെ കാര്യത്തിലാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഡിഫൻസീവ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്യൂട്ടി റൊമേറോക്ക് പരിക്കുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ വലത് കാൽമുട്ടിലാണ് പരിക്ക് പറ്റിയത്. ഓസ്ട്രിയക്കെതിരെയുള്ള കളിക്ക് ഇടയിൽ വേൾഡ് കപ്പിന് മുമ്പും അദ്ദേഹത്തിനുണ്ടായിരുന്ന അതേ പരിക്ക് തന്നെയാണ്. അവിടെ തന്നെയാണ് വീണ്ടും പരിക്ക് ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആശങ്കയുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ്ലി ഇഞ്ചോർഡ് അല്ല. സ്വെല്ലിങ് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ടീമിനോടൊപ്പം എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് കളിക്ക് തൊട്ട് മുമ്പ് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ കളിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ കളിയിൽ നിക്കോളാസ് ഓട്ടാമെൻഡിയെ ഇറക്കിയ പോലെ തന്നെ അദ്ദേഹത്തെ മാറ്റി നിക്കോളാസ് ഓട്ടോമെൻഡി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഒരവസ്ഥയുണ്ട്. അതിൽ അദ്ദേഹം ഓക്കെ ആണെങ്കിൽ ഓട്ടോമെൻഡിക്ക് പകരം ക്യൂട്ടി റൊമേറോ വരും. ക്യൂട്ടി റൊമേറോയും ലിച്ച മാർട്ടിനസും ചേർന്നുകൊണ്ടായിരിക്കും അവരുടെ സെൻറ്റർ ബാക്ക് ഡിയോ ആയിട്ട് ഇറങ്ങുക. ഇതാണിപ്പോൾ ഒരു കാര്യം. രണ്ടാമത്തെ വിഷയത്തിലുള്ള സംശയം അത് മെസ്സിയുടെ പാർട്ട്ണർ ആരായിരിക്കും എന്നുള്ളതാണ്. മുന്നേറ്റ നിരയിൽ മെസ്സിയുടെ പാർട്ട്ണറുടെ കാര്യത്തിൽ സംശയമുണ്ട്. ഇതാണ് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അതായത് മെസ്സിയുടെ പാർട്ട്ണറായിട്ട് മുന്നേറ്റ നിരയിൽ ഹുലിയൻ അൽവാരസിനെ കളിപ്പിക്കാനാണ് കോച്ച് ആഗ്രഹിച്ചിരുന്നത്. ഖത്തറിലൊക്കെ വളരെ മികച്ച രൂപത്തിൽ അത് ഗുണം ചെയ്തതുമാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിനായിട്ട് അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തിരികെ വന്ന് കളിക്കുമ്പോൾ ഇപ്പോഴും ആ പൂർണ്ണമായിട്ടുള്ള തലത്തിലേക്ക് ഹുലിയൻ അൽവാരസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കോച്ചിന് ആശങ്കയായിട്ട് മാറുന്നത്. പകരം ലൗട്രോയെ വേണമെങ്കിൽ കളിപ്പിക്കാം. ലൗട്രോ കഴിഞ്ഞ കളിയിൽ പെനാൽറ്റിയിലൂടെ വേൾഡ് കപ്പിലെ തൻ്റെ ആദ്യ ഗോൾ നേടിയിട്ടുണ്ട്. സോ ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് സ്കലോനി എന്ന് ഗാസ്റ്റൻ എഡൂല് പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സംശയമായിരിക്കും. അത് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ. ഫെക്കുണ്ടോ മെദീനയാണ് ആദ്യത്തെ 2 കളികളിൽ കളിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ലാതിരുന്നിട്ട് പോലും വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചിരുന്നു. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ ഏതായാലും തിരിച്ചു വന്ന ഈ സ്ഥിതിക്ക് അദ്ദേഹം തന്നെ ആ പൊസിഷൻ കളിക്കാനാണ് സാധ്യത. അപ്പോൾ ടാഗ്ലിയാഫിക്കോ കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് ചില സംശയങ്ങളുള്ളത് എന്നാണ് എഡൂലിൻ്റെ റിപ്പോർട്ട്. ബാക്കി ടീം പൂർണ്ണമായിട്ടും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മത്സരം ജൂലൈ 4 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.